മികച്ച സിനിമകൾ സമ്മാനിച്ച ഈ തിരക്കഥാകൃത്തിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു? ജെയിംസ് ആൽബർട്ട് എന്ന സ്ക്രിപ്റ്റ് റൈറ്ററെ ഓർക്കാൻ ക്ലാസ്മേറ്റ്സ് എന്ന ഒറ്റ ചിത്രം മാത്രം മതി. ആദ്യ ചിത്രം തന്നെ എവർഗ്രീൻ ഹിറ്റാക്കി മാറ്റി തന്റെ കഴിവ് തെളിയിച്ച ആൾ. രണ്ടാമത്തെ ചിത്രമായ സൈക്കിളിലും അദ്ദേഹത്തിന്റെ മികച്ച എഴുത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും നല്ല ത്രില്ലോടെ കാണാൻ പറ്റുന്നൊരു ചിത്രമാണ് സൈക്കിൾ. മോഹൻലാൽ റോഷൻ ആൻഡ്രൂസ് ടീമിന്റെ കൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ മൂന്നാം ചിത്രം. ഒരു സാധാ കുടുംബ സിനിമയായി തുടങ്ങി പിന്നീട് ഒരു ത്രില്ലറായി പരിണമിക്കുന്ന മികച്ച കഥാതന്തു. ഇതിലെ മിക്ക സീനുകളും ഡയലോഗുകളും ഇന്നും പലരുടെയും ഫേവറൈറ്റായിരിക്കും. അമിക്കസ് ക്യൂറി എന്ന വാക്കും മലയാളികൾക്കിടയിൽ സുപരിചിതമാക്കിയ ചിത്രം. ജെയിംസ് ആൽബർട്ട് എന്ന തിരക്കഥാകൃത്തിന്റെ പീക്ക് എഴുത്ത് എന്നൊക്കെ പറയാൻ പറ്റുന്ന 3 ചിത്രങ്ങളാണ് ഇപ്പോൾ പറഞ്ഞ 3 എണ്ണവും. പക്ഷേ പിന്നീടങ്ങോട്ട് അദ്ദേഹത്തിന്റെ കാലിടറാൻ തുടങ്ങി എന്നു വേണം പറയാൻ. വെനീസിലെ വ്യാപാരി, ജവാൻ ഓഫ് വെള്ളിമല, 7 സുന്ദര രാത്രികൾ തുടങ്ങി തുടരെ പരാജയങ്ങൾ. ആദ്യമായി സംവിധാനം ചെയ്ത മറിയം മുക്ക് എന്ന ഫഹദ് ഫാസിൽ ചിത്രവും വൻ പരാജയമായതിനു ശേഷം അദ്ദേഹത്തെ പിന്നീട് സിനിമ ഫീൽഡിൽ കണ്ടിട്ടേയില്ല. ക്ലാസ്മേറ്റ്സ് പോലെ, സൈക്കിൾ പോലെ, ഇവിടം സ്വർഗമാണ് പോലെ ഒരു മികച്ച തിരക്കഥയുമായി അദ്ദേഹം വീണ്ടും വരുമെന്ന് പ്രതീക്ഷിക്കാം.